കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു. ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഈ അമ്മമാരുടെ വലയം ഭേദിച്ച് ഈ ഗേറ്റിലൂടെ ഒന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോകുവാൻ നിങ്ങളുടെ പോലീസ് പടയ്ക്ക് സാധിക്കുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇന്ന് വെച്ചത് പാലിയേറ്റീവ് ട്രെയിനിങ് ആണ്. ഈ അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഇനി ഒരു ട്രെയിനിങ്ങും ആവശ്യമില്ല. അതൊക്കെ ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ഇൻഡാസ് ഇറങ്ങിയാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരെന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. മിസ്റ്റർ പിണറായി വിജയൻ, ശ്രീമതി വീണ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഇരിക്കുന്നത് അമ്മമാരാണ്. അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട് ഈ സമരത്തെ ആക്ഷേപിക്കുന്ന CITയുടെ നേതാക്കന്മാരോട് MLA-മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുലം പോലും മുടിഞ്ഞു പോകും. ആ രീതിയിൽ ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശ്രീമതി വീണ ജോർജ്, വന്ന് കാണൂ. ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ അങ്കനവാടി അമ്മമാരും ആശാവർക്കർ അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ്. ഈ എരിയുന്ന വെയിലിൽ, ഈ പൊരിയുന്ന ചൂടിൽ, ഈ ചുട്ടുപോകുന്ന റോഡിൽ, ഈ റോഡിൽ ഒരു ബ്രെഡിന്റെ കഷ്ടവും കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആർജവം AC കാറിൽ കറങ്ങി നടക്കുന്ന ശ്രീമതി വീണ ജോർജിന് എത്ര ജന്മമെടുത്താലും കിട്ടില്ല. അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നല്ല ഈ സമരം. ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ BC വിഷ്ണുനാഥ് പറഞ്ഞത്, മനുഷ്യരാകണമെന്ന് പാടിയാൽ പോലെ മനുഷ്യരാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന്. അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഒരു സിക്കിം വന്നു. പ്രസിഡന്റ്, ഞാൻ റൂള് 1A കൊടുത്തിട്ട് ആഴ്ച 1 മന്ത്രി ആഴ്ച 1 സിക്കിമിൽ കിട്ടുന്നത് 6000 രൂപയാണ്. കേരളത്തിലാണ് ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം കിട്ടുന്നതെന്ന് കള്ളം പറഞ്ഞിട്ട് ആ രേഖകൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 10 ദിവസമായിട്ട് അതൊന്ന് സഭയിൽ കൊണ്ടുവരാതെ മുങ്ങി നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ സമരം ഇത് ന്യായത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. തൊട്ടപ്പുറത്താണ് അംഗനവാടി ജീവനക്കാർ സമരം ചെയ്യുന്നത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ആശാ വർക്കർമാരെ പോലെ അഭിനയിക്കേണ്ടി വരുമെന്ന ആ സാധുക്കൾ ഇതുപോലെയുള്ള ഗതികേടിലാണ്. നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു, കിട്ടാത്തതാണ് നല്ലത്. അവർക്ക് കിട്ടിയ ഫോണിന്റെ പ്രത്യേകത എന്താ അറിയോ? ആ കമ്പനി പൂട്ടിപ്പോയിട്ട് 6 വർഷമായി. ശ്രീമതി വീണ ജോർജിനോട് പറയുന്നു, ഫോണിന്റെ ബാറ്ററിക്ക് ഒരു ചാർജർ ആ കമ്പനിയുടെ വാങ്ങിത്തന്നാൽ ശ്രീമതി വീണ ജോർജ് പറയുന്ന പണി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ 6 വർഷത്തിനിടയിൽ അവരെത്ര ഫോൺ മാറി? ആ സാധുക്കൾക്ക് 6 വർഷത്തിനിടയിൽ പൂട്ടിപ്പോയ ഒരു കമ്പനി, പൂട്ടിപ്പോയ കമ്പനി എന്ന് പറയുമ്പോൾ അറിയായിരിക്കുമല്ലോ, ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്പനി തന്നെയായിരിക്കും. ആ കമ്പനിയുടെ ഒരു ഫോൺ കൊടുത്തതല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുക്കുന്ന ശമ്പളം 3 ആയിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം ഒരു ഗഡു, രണ്ടാമതൊരു ഗഡു, മൂന്നാമതൊരു ഗഡു. ആ സാധുക്കളെ പാവപ്പെട്ട അവിടേക്ക് വരുന്ന കുരുന്നുകൾക്ക് മുട്ട വാങ്ങി കൊടുക്കുന്നത്. ഈ ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് ആദ്യത്തെ ദിവസം തോടും, രണ്ടാമത്തെ ദിവസം വെള്ളയും, മൂന്നാമത്തെ ദിവസം മഞ്ഞയും കൊടുത്താൽ മതിയോ? മുട്ട മൊത്തത്തിൽ കൊടുക്കണ്ടേ? ആ സാധു മനുഷ്യരെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ്, നിങ്ങളെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ സമരം ആക്ഷേപിക്കുന്ന ആളുകളോട് പറയുന്നു, നാളെ ഈ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രായമാകുമ്പോ തളർന്നു വീഴുമ്പോ, നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാതെ വരുമ്പോ നിങ്ങളെ നോക്കാൻ ഈ സാധു മനുഷ്യരെ ഉണ്ടാവുകയുള്ളൂ. അന്ന് നിങ്ങൾ പറഞ്ഞ അധിക്ഷേപത്തിന്റെ പേരിൽ നിങ്ങളെ ശുശ്രൂഷിക്കാതിരിക്കില്ല. ഇന്ന് ഈ സമരത്തെ പൊളിക്കാനായി നിങ്ങൾ നടത്തിയ ട്രെയിനിങ് ഇല്ലാതെങ്കിലും ഇവർക്ക് നന്നായി നിങ്ങളെ പരിചരിക്കാനുള്ള ധൈര്യം, ആർജവം ഈ നാട് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരം അവസാനിക്കുകയല്ല. അപ്പൊ നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയ സമരം നിങ്ങളെ പറ്റി ഓർക്കുമ്പോ അഭിമാനമാണ്. നിങ്ങളുടെ നാമാണ് ഞാനെന്ന് പറഞ്ഞത് എനിക്ക് അഭിമാനമാണ്. എന്റെ അമ്മമാരുടെ നാമാണ് ഞാനെന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. ഈ സമരം, കേരളത്തിൽ തുടങ്ങിയ ഈ സമരം ഇന്ന് ഈ രാജ്യത്താകമാനം കാട്ടുതീ പോലെ, കൊടുങ്കാറ്റ് പോലെ ആളിപ്പറന്നിരിക്കുകയാണ്. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും
ആശാവർക്കർമാർ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുവാനുള്ള പ്രചോദനമായി, സമരം ചെയ്യുവാനുള്ള ആർജവമായി, ഊർജമായി നിങ്ങളുടെ ഈ സമരം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരം നമുക്ക് ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ല, ഈ രാജ്യത്തെ എല്ലാ ആശാവർക്കർമാരെയും തൊഴിലാളികളായി അംഗീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിന്റെ കൊടുങ്കാറ്റിനാണ് നിങ്ങൾ തുടക്കം കുറിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്മമാരുടെ സമരം, ആ സമരത്തിന്റെ അവസാനം ഈ സമരത്തിന്റെ അവകാശത്തിലൂടെയല്ലാതെ നമ്മൾ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ, ഇന്ന് നമ്മളെ പുലക്കം പറയുന്ന ആളുകൾ, ആ ആളുകൾ നാളെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പ്രസിഡന്റ് പറഞ്ഞത് സെക്രട്ടേറിയറ്റിന്റെ മട്ടുപ്പാവിൽ നിന്ന് അവരെ താഴെയിറക്കുമെന്ന്. അവിടെ നിന്ന് മാത്രമല്ല, ആ നിയമസഭയിലെ ശീതീകരിച്ച മുറി പോലും അവർക്കില്ലാത്ത കാലത്തിന് 8 മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.